ഹലോ, ഇന്ന് നമ്മൾ രണ്ട് തരം പച്ചടികൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പൈനാപ്പിൾ പച്ചടിയും വെള്ളരിക്ക പച്ചടിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും, എളുപ്പമാണല്ലോ. അതുകൊണ്ട് നമുക്കത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. അതിന് എന്തൊക്കെ സാധനങ്ങളെന്ന് നോക്കാം. ആദ്യം നമ്മൾ വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. നോക്കാം നമുക്ക്. വേണ്ടത് ഇതാ, ഞാൻ കഴുകി മുറിച്ച് വെച്ചത് വെള്ളരിക്കയാണ് കേട്ടോ. ഇത് നമുക്ക് ഇനി വേവിക്കാം. കുക്കറിൽ വേഗം ആവുമല്ലോ, ഒരു വിസിൽ വരുന്ന അതേ ഉള്ളൂ. വേഗം കുക്കറിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിനായിട്ട് വെള്ളരിക്ക ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തത് കഴുകിയിട്ട് കുക്കറിലിട്ടു. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുക കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ അതിലേക്ക് തേങ്ങ അരച്ചിട്ട് വേണം. തേങ്ങ എടുത്തിട്ട് നമ്മളതിൽ കുറച്ച് തൈരും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ അതിൽ നമ്മൾ കടുക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. തേങ്ങ അരിഞ്ഞതിൻ്റെ ശേഷം ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. കടുക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മൾ കുക്കറിലുള്ള കഷ്ണമൊക്കെ വെന്ത് വന്നു. പിന്നെ നമ്മൾ ഈ തേങ്ങ അരച്ച് വെച്ച് തൈരും തേങ്ങയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് വെള്ളരിക്കയിലേക്ക് വന്ന വെള്ളരിക്കയിലേക്ക് ഒഴിച്ചിട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ പച്ചടി വെള്ളരിക്ക പച്ചടി റെഡിയായി കേട്ടോ. ഇനി അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കടുകും വറ്റൽ മുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ പച്ചടി റെഡിയായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ രണ്ട് തരം പച്ചടികൾ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇത് വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ. ഇനി നമ്മൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു കേട്ടോ. അപ്പോൾ നമ്മളെ പൈനാപ്പിൾ പച്ചടി റെഡിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.